സൂത്രം വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഒരു തിരുവചനത്തിന് വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ 14 അധ്യായത്തിൻ്റെ 16 വാക്യമാണ്. ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. സ്തോത്രം. വലിയൊരു അത്താഴം ഒരുക്കിയതാണ്. പലരും ക്ഷണിച്ചു, പക്ഷെ പലരും ഒഴിവുകൾ പറഞ്ഞു. അതിൻ്റെ താഴോട്ടൊക്കെ വായിക്കുമ്പോൾ വചനത്തിൻ്റെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ പിന്നീട് പറയുന്നത് കണ്ടവരെയൊക്കെ കയറ്റാൻ പറഞ്ഞു. ക്രിസ്തുവാമേ, ദൈവത്തിൻ്റെ സന്ദേശം ഇന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു ചിന്തയാണ് ദൈവത്തിൻ്റെ വചനം. കണ്ടവരെ ഒക്കെ ദൈവ ഭാഗത്ത് ദൈവം വിളിച്ചു വേർതിരിച്ചു. ഒന്ന്, പത്രോസ് മീൻപിടിപ്പുകാരനായിരുന്നു. ദൈവം വിളിച്ചു വേർതിരിച്ച് ദൈവം കൊണ്ടുവന്നു. പാവനിയായ സ്ത്രീ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ കല്ലെറിയാൻ കൊണ്ടുവന്നപ്പോൾ ദൈവം യേശുവിനെ മോചനം കൊടുത്ത് ആ സ്ത്രീയെ ദൈവഭാവത്തിൽ കൊണ്ടുവന്നു. രക്തം ഓരോ ദിവസവും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ സൗഖ്യം വന്നു. ആ സ്ത്രീ ദൈവഭാവത്തിലേക്ക് വന്നു. യേശുവിൻ്റെ അരികിൽ ഒരു കള്ളൻ, 2 കള്ളന്മാരോട് ഒരു കള്ളൻ പറഞ്ഞു, യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എൻ്റെ ഓർത്തുകൊള്ളു. ആ കള്ളനെയും ദൈവം വിളിച്ച് കൊണ്ടുവന്നു. അങ്ങനെ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അനേക മനുഷ്യരെ കണ്ടവരെയൊക്കെ ദൈവം വിളിച്ചു. സക്കായിയെ യേശു വിളിച്ചു. സ്തോത്രം. ദൈവഭാവത്തിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ സഭയെ ഉപദ്രവിച്ച് നടന്ന ശൗൽ സുവിശേഷകരെ വലിച്ചേക്കുകയും ഉപദ്രവിക്കുകയും അധികാരപാത്രമുള്ള ഒരു വ്യക്തിയായിരുന്നു. താൻ ദൈവം വിളിച്ചു വേർതിരിച്ച് ദൈവഭാവത്തിലേക്ക് വന്നു. അങ്ങനെ നമുക്ക് ദൈവവചനത്തിൽ അനേക കാര്യങ്ങൾ കാണാൻ കഴിയും. ദൈവത്തിന് ബോധിച്ചവരെയൊക്കെ ദൈവം തിരഞ്ഞെടുത്തു. ഇന്നും അങ്ങനെയാണ്. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, നീ ദൈവഭാഗത്ത് വന്നെങ്കിൽ ദൈവമാണ് നിന്നെ കൊണ്ടുവന്നത്. നിന്റെ യോഗ്യതയോ നിന്റെ വിദ്യാഭ്യാസമോ നിന്റെ അറിവോ ഒന്നുമല്ല. സ്തോത്രം. നിന്നെ ദൈവഭാവത്തിൽ കൊണ്ടുവന്നത്. നീ വലുത് പുകഴ്ചയെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം നിനക്ക് വലിയ ഡിഗ്രികളോ വിദ്യാഭ്യാസമോ പല കാര്യങ്ങൾ കാണുമായിരിക്കാം. പക്ഷെ ദൈവത്തിന് അതൊന്നും വിഷയമല്ല. ചിലപ്പോൾ നീ പറയും, ഞാൻ സാധാരണ ഒരു പാസ്റ്ററല്ല, അല്ലെങ്കിൽ സാധാരണ ഒരു ഉപദേശിയല്ല, ഞാൻ വലിയ ഒരു ഉപദേശിയാണ്. നിനക്ക് തെറ്റുപറ്റിപ്പോൾ നീ എവിടെ നിന്ന് വന്ന് ഒരു ഗതിയും പരഗതിയും ഇല്ലായിരുന്നപ്പോഴാണ് ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചത്. ഇപ്പോൾ നിനക്ക് കാറും വീടും ആൾക്കാർക്ക് ചുറ്റുപാടും ഉണ്ടായി അനേകർ നിനക്ക് പൈസ അയച്ചു തരുന്നെങ്കിൽ നീ വലുതായതുകൊണ്ടൊന്നുമല്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹമുള്ളത് കൊണ്ടാണ്. നിന്നെ വിളിച്ചത് അന്ന് ദൈവം കണ്ടിരിക്കുന്ന ആ അവസ്ഥയാണ്. നിനക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ദൈവം തന്നതായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഒരു ഗതിയുമില്ലാത്ത ദൈവദാസന്മാരുമുണ്ട്. അവരെ പുച്ഛിച്ച് നീ സംസാരിക്കുന്നെങ്കിൽ പ്രൈസ്തലോമേ, ഹല്ലേലൂയ, നിനക്ക് തെറ്റുപറ്റിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം മതി നിന്റെ ഇപ്പോൾ അനുഭവിക്കുന്നതെല്ലാം നഷ്ടമായ. ദൈവം വിചാരിച്ചാൽ മതി. അത് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവസ്ഥനത്തിൽ പ്രശംസിക്കുന്നെങ്കിൽ ക്രിസ്തുവിൽ പ്രശംസിക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ ദൈവികമായി സംസാരിക്കണം. ഇപ്പം ഞാൻ അനുഭവിക്കുന്ന കൃപയാല എന്ന് പറയണം. എനിക്കിപ്പോൾ സമ്പത്ത് വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്തോത്രം. നീ ഹല്ലേലൂയ മറ്റുള്ളവരെ കൊച്ചാട്ട് കാണരുത്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് മറ്റുള്ളവരെ ശ്രേഷ്ഠനായി എണ്ണണം. സ്തോത്രം. വലിയ പ്രസംഗവും വലിയ വചനങ്ങളും വായിക്കുകയും വലിയ രീതിയിലൊക്കെ പോകുന്ന ആളായിരിക്കാം. പക്ഷെ ഇതുണ്ടോ? മറ്റുള്ളവരെ ശ്രേഷ്ഠനായി എണ്ണുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട്
മറ്റുള്ളവരുടെ പുച്ഛമായി സംസാരിക്കുന്നെങ്കിൽ എൻ്റെ ദൈവം നിന്നെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആരാണെന്നാണ് പറയുന്നത്? ജീവനുള്ള ദൈവമാണ്. വലിയ ഉയർച്ചയിലിരുന്നവരൊക്കെ താഴ്ച ദൈവം കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ താഴ്ചയിരുന്നവർ ഉയർച്ചയെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ കൃപയാ. സ്തോത്രം. ഹല്ലേലൂയ. എന്തെങ്കിലും പ്രസംഗിക്കുവാനോ എന്തെങ്കിലും പാടുവാ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ നിനക്ക് വലിയ കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാ. ഒരു നിമിഷം മതി അതെല്ലാം ഇല്ലാതാവാൻ. നിന്റെ വാടഞ്ഞു പോയാൽ ഒന്നും നടക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൽ പ്രശംസിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വചനങ്ങൾ നീ ഉരുവിടുന്നെങ്കിൽ, ദൈവത്തെ മറന്ന് നീ സംസാരിച്ചാൽ ദൈവത്തിൻ്റെ കരം ചലിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഇവിടെ പ്രൈസലാമേ ചെറിയ ഉപദേശിയൊന്നോ വലിയ ഉപദേശിയൊന്നോ അല്ലെങ്കിൽ ദൈവദാസനൊന്നുമില്ല ദൈവസന്നിധിയിൽ. അത് പ്രായത്തിനനുസരിച്ചാണ് ചെറുതെന്ന് ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് പ്രായം എന്നെ കഴി ഇളയ ആളിന് അത് പ്രായം നോക്കിയാണ് പ്രൈസലാമേ ചെറിയ ഉപദേശി എന്ന് പറയുന്നത്. പക്ഷെ ദൈവസന്നിധിയിൽ ദൈവം വിളിച്ചിരിക്കുന്നത് അതൊന്നും പറയാനല്ല. ദൈവം വിളിച്ചിരിക്കുന്നത് ഒരുങ്ങപ്പെട്ട് ദൈവത്തിന് നിലനിന്ന് ഐക്യതയോടെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ മുന്നേറാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യോബ് തൻ്റെ സ്നേഹിതന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ അവസ്ഥയ്ക്ക് ഭേദം വന്ന് ഇങ്ങനെ പരസ്പരം പ്രാർത്ഥനയും ഐക്യതയും ഉണ്ടെങ്കിലേ ദൈവ അനുഗ്രഹം നമുക്കുണ്ടാവും. നിന്റെ സമ്പത്തൊന്നും കണ്ടല്ല പലരും നിന്റെ അടുക്കി വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. സ്തോത്രമെങ്കിലും ഒരു ദൈവത്തിൻ്റെ ആത്മീയമായ ഒരു കൂട്ടായ്മ വേണം. അല്ലെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ദൈവം ഒന്നേ ഉള്ളു, കർത്താവ് യേശു ക്രിസ്തു. സ്തോത്രം. സഭ ഒന്നേ ഉള്ളു, അത് വിശ്വാസികളാണ്. പെന്തിക്കോസുകാർ, ചർച്ചക്കോടുകാർ, ഏജിക്കാർ, സ്തോത്രം, ഇങ്ങനെ ഷാരോൻകാർ, അസംബ്ലീസ് കോഡ്, ഇങ്ങനെ പല ചർച്ചകളിൽ പലരും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇതെല്ലാം കർത്താവിൻ്റെ നാമമഹത്വമായി. യേശുവാണ് സകലത്തിൻ്റെയും സൃഷ്ടിച്ച കർത്താവ്. ആ ദൈവത്തെയാണ് നാം സ്തുതിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടന്ന കാലഘട്ടത്തിൽ നിന്നെ ദൈവം വിളിച്ചു കൊണ്ടുവന്നപ്പോൾ വീടായി, കാറായി, പൈസയായി, പലരും നിനക്ക് അയച്ചു തരുന്നു. ഇതുകൊണ്ട് നീ അഹങ്കരിക്കരുത്. പ്രൈസലാമേ. ഹല്ലേലൂയ. ഇത് എന്തെങ്കിലും ആയി എന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ നിനക്ക് മണ്ടത്തരമാണ്. കാരണം പ്രൈസലോ ദൈവസന്നിധിയിൽ പ്രൈസലോ വെറും സീറോയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്ന ഹല്ലേലൂയ സ്തോത്രം, ദൈവം തൻ്റെ ഹൃദയത്തെ അറിയുന്ന ദൈവമാണ്. പുറമേ അല്ല പ്രൈസലാമേ വസ്ത്രത്തെ കീറി നോക്കുന്ന ദൈവം. പ്രൈസലോ പഴയ അവസ്ഥ മറക്കരുത് എന്ന് നീ പറയുന്നെങ്കിലും നീ മറക്കുന്നെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ നിന്റെ പരാജയം അതായി സീറോ എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഒരു നിമിഷം മതി ഹല്ലേലൂയ നിന്റെ എല്ലാം നഷ്ടപ്പെടുവാൻ. പക്ഷേ ദൈവത്തിൻ്റെ കൃപ നിന്നിൽ ഉള്ളതുകൊണ്ട്, ദൈവം നിന്നെ കടാക്ഷിക്കുന്നത് കൊണ്ട്, നിന്റെ അവസ്ഥ അറിയുന്നത് കൊണ്ട് ദൈവം നിന്നെ നിലനിർത്തിയിരിക്കുക. അതുകൊണ്ട് ഞെളിയാതെ സ്തോത്രം ഹല്ലേലൂയ നിൽക്കണം. ഇല്ലെങ്കിൽ എന്ന് പറയും ഞെളിഞ്ഞാൽ ഓടിക്കും ദൈവം. ആ ദൈവത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ദൈവം ശക്തനും പരിശുദ്ധനും അത്ഭുതങ്ങളെ പ്രവൃത്തി ദൈവമാണ്. ദൈവത്തിൻ്റെ കരം ചലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവസാനിക്കത്തില്ല. എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ നീ ഹല്ലേലൂയ അഹങ്കരിക്കരുത്. സ്തോത്രം. സാധുക്കളായ ദൈവദാസന്മാരുണ്ട്, അവരെ ദൈവം നിലനിർത്തിയിരിക്കുന്നത്. സ്തോത്രം. സമ്പത്തുണ്ടാക്കുന്നതല്ല സുവിശേഷ വേല. ഒരുപക്ഷെ സമ്പത്ത് അധികം വന്നാൽ അത് ദരിദ്രർ കൊടുക്കണം, ആവശ്യത്തിന് ഉപയോഗിക്കണം. പ്രൈസലാമേ. ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നതല്ലല്ലോ. പ്രൈസലാമേ. എന്തു വന്നാലും വന്നോട്ടെ അത് പ്രൈസലാമേ ശേഖരിച്ച് പ്രൈസലാമേ ലക്ഷങ്ങൾ കോടികളാക്കിയെടുക്കുക. അതാണ് നിന്റെ കൊട്ടപ്പൂജ്യം എന്ന് പറയുന്നത്. സീറോ. ദൈവസന്നിധി സീറോയാ. പ്രൈസലാമേ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അനുഗ്രഹത്തിൻ്റെ അധിപതിയായ ദൈവമാണ്. അതുകൊണ്ട് നീ അഹങ്കരിക്കുന്നെങ്കിൽ നിനക്ക് താഴ്ച സംഭവിക്കാൻ പോവുക. അതുകൊണ്ട് ഇവിടെ വായിച്ച തിരുവചനം കണ്ടവരെയൊക്കെ താഴം കഴിക്കാൻ ക്ഷണിക്കാൻ പറഞ്ഞു. ഇന്ന് ആത്മീയ ലോകത്തിൽ
ആരെങ്കിലും ഉണ്ട് എന്തെങ്കിലും നല്ലത് പ്രശംസിക്കാൻ? ഒന്നുമില്ലാത്തവരും ഗതിയില്ലാത്തവരുമായിരുന്നു. ഹല്ലേലൂയ. കിടക്കാൻ വീടില്ലാത്തവരായിരുന്നു. സ്തോത്രം. രോഗിയായിരുന്നു, പട്ടിണിയിലായിരുന്നു, പ്രയാസങ്ങളിലായിരുന്നു, വീടുകളിൽ അടിച്ചിറക്കിയവരായിരുന്നു. ഒരു സഭ പോലും ഇല്ലാത്തവരായിരുന്നു, വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു. ഹല്ലേലൂയ. വായിക്കാനും എഴുതുവാനും അറിഞ്ഞൂടാത്തവരായിരുന്നു. എന്നാൽ ദൈവം അവരൊക്കെ ദൈവം വിളിച്ചു വേർതിരിച്ചു. സഭയുടെ ഒരു ചങ്ങലയാക്കി മാറ്റിയത് ഒരുമിച്ച് നിൽക്കാനാണ്. ഞാൻ ഇന്ന സഭക്കാര്, നീ ഇന്ന സഭക്കാരെന്ന് പറഞ്ഞ് വേർതിരിച്ച് കാണുന്നെങ്കിൽ നീ വെറും കൊട്ടപ്പൂജ്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ വചനം നാം പഠിക്കുക. എന്നെ നിന്നെ കണ്ട് ഇത് ഇറങ്ങി തിരിച്ച് വെറുതെ ഇറങ്ങി തിരിച്ചതല്ല. സ്വന്തം യേശുവിനെ സ്വന്തം രസം സ്വീകരിച്ച് സ്നാനപ്പെട്ട് പരിശുദ്ധ പ്രാപിച്ച് വിശ്വാസമുള്ളത് കൊണ്ട് ഇറങ്ങി തിരിച്ചല്ലാതെ നീ വിചാരിക്കുന്ന പ്രവേശനം വെറുതെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. തെറ്റുപറ്റിപ്പോയി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തമായ കരമുണ്ട്. അവൻ്റെ കരം ചലിക്കും. അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ വചനം മറന്നുപോകാതെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഈ വചനങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കും. ദൈവനാമത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ.